ഏയ് ഹായ് ഹലോ, നമുക്കിന്നൊരു ചിക്കൻ സൂപ്പ് ഉണ്ടാക്കിയാലോ? ഭയം തന്നെ നമുക്കൊരു ചട്ടി വെക്കുക, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഇങ്ങനെ ചൂടായി വരുന്നതിന് മുന്നേ തന്നെ ഏലക്ക, ഗ്രാമ്പു, പട്ട ഇത് മൂന്നും ഇട്ട് കൊടുക്കണം. അപ്പോൾ ഏലക്ക നമുക്ക് ഇതുപോലെ പൊളിച്ചാണ് ഇട്ട് കൊടുക്കേണ്ടത്. എൻ്റെ കയ്യിൽ ഗ്രാമ്പു ഏലക്ക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പട്ട ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ഉണ്ടെങ്കിൽ ഒരു പകുതി പീസ് ഇട്ട് കൊടുക്കാവേ. അപ്പോൾ ഇതെല്ലാം എൻ്റെ ഫ്ലേവേഴ്സ് ഇറങ്ങി ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടി പൊട്ടി വരുന്ന സൗണ്ട് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ കുരുകുനാന്ന് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇതിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുരുകുനാന്ന് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൂടെ നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുക്കാവേ. അപ്പോൾ ഞാനൊരു 4-5 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുരുകുനാന്ന് അരിഞ്ഞിട്ടുള്ള ഈ പച്ചമുളകും കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ 2 പച്ചമുളകാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് എരിവിന് ആവശ്യം വേണ്ടിയിട്ട് 3-4 ഒക്കെ എടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിതിൻ്റെ കൂടെ തന്നെ ആയിട്ട് ഒരു സവാളയും കൂടെ ഇതുപോലെ കുനുകുനാന്ന് അരിഞ്ഞ് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു വലിയ സവാള പകുതി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെറിയ സവാള ആണെങ്കിൽ മുഴുവനായിട്ട് എടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഗോൾഡൻ ഷെയ്ഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി കേട്ടോ സവാള. അപ്പോൾ ഞാൻ അങ്ങനെ വെന്ത് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ഇച്ചിരി ഇടുന്നുള്ളേ. അതെ, സവാള വെന്തിട്ടുണ്ട്. നമുക്ക് ഈ സമയമാകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ വെജിറ്റബിൾസ് ഇടേണ്ട സമയമാണ്. നമുക്ക് ആ സമയത്ത് നമുക്ക് ആദ്യം ഒരു ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. കൂടാതെ തന്നെ ഞാൻ ഇതിൻ്റെ കൂടെ 2 ബീൻസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ക്യാരറ്റ്. ഇത്രയാണ് ഞാൻ വെജിറ്റബിൾ എടുത്ത്. കുറച്ച് കറിവേപ്പിലും കൂടെ ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലോണം അങ്ങ് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ചിക്കനും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ബോൺലെസ്സാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ബോണുള്ളതാണ്, പ്രശ്നമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഈ സമയത്ത് നമുക്കൊരു നാരങ്ങൻ്റെ ആവശ്യമുണ്ട്. നമുക്ക് 1/2 ടേബിൾ സ്പൂൺ നാരങ്ങ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഒരു പകുതി നാരങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആദ്യം കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ നമുക്ക് ബാലൻസ് ടേസ്റ്റ് അനുസരിച്ചിട്ട് എൻ്റെ ഉപ്പും കൂടെ ബാലൻസ് ഇട്ട് കൊടുക്കുക ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും. എന്നിട്ട് നമുക്ക് ഇതിനാവശ്യമുള്ള തേങ്ങാപ്പാൽ നമ്മൾ മുന്നേ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. 1-ാം പാലും 2-ാം പാലും എടുത്ത് വെക്കണേ കേട്ടോ. അതാണ്ട് ഈ ഒരു വൈറ്റ് കളർ ആകുമ്പോഴാണ് നമുക്ക് ഈ ഒരു സമയത്താണ് ഈ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കേണ്ടത്, ചിക്കൻ ഒരു വെള്ള കളറാകുമ്പോൾ. എന്നിട്ട് നമ്മൾ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വെക്കുക. എന്നിട്ട് നമ്മൾ ഈ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് നേരം അടച്ചങ്ങ് വെക്കണം കേട്ടോ. ഇതാ വെന്തിട്ടുണ്ടേ. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ നല്ല വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. അപ്പം ആദ്യം ഞാൻ തുറന്നപ്പോഴത്തേക്കും ചെറുതായിട്ട് വേവാനുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത് ഞാൻ ഒന്നും കൂടെ അടച്ച് വേവിച്ചതിന് ശേഷമാണ് ഇങ്ങനെ പൊടിച്ച് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ പൊടിച്ച് കൊടുത്തതിന് ശേഷം ഈ 1-ാം പാലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ പൊടിച്ച് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഗ്രേവിക്ക് ഇച്ചിരി ഈ കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് കുരുമുളകും പിന്നെ ഗരം മസാല പൊടിയും കൂടെ ആ സമയത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു സമയത്ത് ഫ്ലെയിം കുറച്ച് വെക്കണം കേട്ടോ. 1-ാം തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ തന്നെ ഫ്ലെയിം കുറച്ച് വെക്കുക. എന്നിട്ട് ചെറുതായിട്ട് ഇങ്ങനെ തിള വരുന്ന സമയത്ത് നമുക്കങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അത് തിള വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ നോർമലി കടുക് പൊട്ടിക്കാൻ കുറച്ച് വെളിച്ചെണ്ണയും കടുകും കറിവേപ്പിലയും കുഞ്ഞുള്ളിയും മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. നല്ല സമയം എടുക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാട്ടോ ഇങ്ങനെ ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഫ്ലെയിം കൂട്ടിക്കഴിഞ്ഞാൽ ചെറിയൊരു ചട്ടി ആയതുകൊണ്ട് നല്ലോണം കൈ ഇങ്ങനെ പൊള്ളുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം കൂട്ടി വെച്ച് ചെറുതായിട്ട് നോക്കി അതവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റൂക്കകത്ത് ഇതങ്ങ് ഇട്ട് കൊടുക്കുക, അടച്ച് വെക്കുക, 10 മിനിറ്റ് വെക്കുക. 10 മിനിറ്റ് അനക്കണ്ട, അങ്ങനെ തന്നെ വെക്കുക. നമ്മളിന്ന് ബ്രെഡിൻ്റെ ട്രൈ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് അപ്പത്തിൻ്റെയോ ഇടിയപ്പത്തിൻ്റെയോ ചപ്പാത്തിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എടുക്കുക. അതിൻ്റെ കോമ്പിനേഷൻ ആയിട്ടുള്ളത് മിക്ക ഫുഡിനോടെ നിങ്ങൾക്കത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. നിങ്ങളത് ട്രൈ ചെയ്തൊക്കെ ഈ റെസിപ്പി യൂസ് ചെയ്തിട്ട് എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതിന് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. കാണാൻ ലുക്കുണ്ട്, നല്ല മണമുണ്ട്, ടേസ്റ്റ് നൈസാട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമാവും. ഇനി നെക്സ്റ്റ് റെസിപ്പി ആയിട്ട് വരാവേ. താങ്ക് യു.